എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ മലയാള സിനിമാ പ്രേമികൾ വളരെയധികം പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഗൗതം മേനോൻ ആദ്യമായി മലയാളത്തിൽ സംവിധാനം ചെയ്യുന്ന മമ്മൂട്ടി ചിത്രമായ ഡൊമിനിക് ആൻഡ് ദി ലേഡീസ് പേഴ്സ് എന്ന ചിത്രം നാളെ തിയേറ്ററുകളിലെത്തുകയാണ്. ഇന്നലെ ഡൊമിനിക്കിന്റെ ആദ്യ ലിറിക് സോങ് ഒക്കെ പുറത്തു വന്നിരുന്നു. മികച്ച പ്രതികരണമാണ് ആ ഒരു പാട്ടിന് ലഭിച്ചിരിക്കുന്നത്. അമിത പ്രതീക്ഷകൾ ഒന്നും തന്നെ ഇല്ലാതെ തന്നെയാണ് ഡൊമിനിക് എന്ന കൊച്ചു ചിത്രം തിയേറ്ററുകളിലെത്തുന്നത്. നാളെ കേരളത്തിൽ ആദ്യ ഷോ തുടങ്ങുന്നത് രാവിലെ 9 മണിയോട് കൂടിയാണ്. അവസാന 24 മണിക്കൂറിനുള്ളിൽ ബുക്ക് മൈ ഷോയിലൂടെ വിറ്റുപോയത് ഏകദേശം 6000-ന് മുകളിലുള്ള ടിക്കറ്റുകളാണ്. ഡൊമിനിക്കിന് ഏറ്റവും മികച്ച ബുക്കിംഗ് കാണാൻ സാധിക്കുന്നത് ബുക്ക് മൈ ഷോയിലൂടെ നോക്കുമ്പോൾ കൊച്ചിയിലെ വനിതാ വിനീതയിൽ തന്നെയാണ്. വനിതാ ഇടപ്പള്ളിയിലെ ഡൊമിനിക്കിന്റെ നാളത്തെ ആദ്യത്തെ 2 ഷോകളും, അതായത് രാവിലെ 9:30 കളിക്കുന്ന 2 ഷോകളും ഇതിനോടകം തന്നെ എല്ലാ ടിക്കറ്റുകളും വിറ്റുപോയി കഴിഞ്ഞിരിക്കുകയാണ്. ആദ്യ ദിവസം വനിതാ ഇടപ്പള്ളിയിൽ മാത്രം ഏകദേശം 9 ഷോകളാണ് ഡൊമിനിക് കളിക്കുന്നത്. അതിൽ 6:45-നുള്ളതും രാത്രി 10 മണിക്കൂർ കളിക്കുന്ന 2 ഷോകളും ഇതിനോടകം തന്നെ ഓൾമോസ്റ്റ് ഫില്ലാണ്, റെഡ് അലേർട്ടാണ്. മമ്മൂട്ടി കമ്പനിയുടെ നിർമ്മാണത്തിലെത്തിയ 6ാമത്തെ ചിത്രമാണിത്. ഏകദേശം ഒറ്റ ഷെഡ്യൂളിലാണ് ചിത്രത്തിന്റെ ഷൂട്ടിംഗ് എല്ലാം പൂർത്തീകരിച്ചത്. ഒട്ടും തന്നെ പ്രൊമോഷൻ ഇല്ലാതെ തന്നെയാണ് ചിത്രം തിയേറ്ററുകളിലെത്തുന്നത്. അതുകൊണ്ട് തന്നെ ചിത്രത്തിന്റെ ടിക്കറ്റ് ബുക്കിംഗിലും ആ ഒരു തള്ളിക്കയറ്റത്തിന്റെ കുറവ് നമ്മൾക്ക് ശരിക്കും കാണാൻ സാധിക്കുന്നുണ്ട്. എന്നാൽ നാളെ രാവിലെ 9 മണിക്ക് തുടങ്ങുന്ന ആദ്യ ഷോ കഴിയുമ്പോൾ തന്നെ ചിത്രത്തിന് മികച്ചൊരു പ്രതികരണം നേടാൻ സാധിച്ചാൽ ചിത്രത്തിന്റെ ടിക്കറ്റ് ബുക്കിംഗ് ഇതിലും ഉയരുമെന്ന് തീർച്ചയായും നമുക്ക് പറയാൻ സാധിക്കും. 2 മണിക്കൂറും 33 മിനിറ്റുമാണ് ചിത്രത്തിന്റെ ദൈർഘ്യം. ഒരു ലോ ബഡ്ജറ്റ് മലയാളം പടത്തിന് ലഭിക്കുന്നതിൽ വെച്ച് ഏറ്റവും മികച്ച തിയേറ്റർ കൗണ്ട് തന്നെയാണ് ഡൊമിനിക് എന്ന മമ്മൂക്ക ചിത്രത്തിന് ലഭിച്ചിരിക്കുന്നത് കേരള ബോക്സ് ഓഫീസിൽ. എന്തായാലും ചിത്രത്തിന്റെ കൂടുതൽ അപ്ഡേറ്റുകളുമായി നമ്മുടെ പ്രേക്ഷകരിലേക്ക് നമ്മൾ ഉടൻ തന്നെ വരുന്നതായിരിക്കും. കൂടുതൽ അപ്ഡേറ്റുകൾക്ക് വേണ്ടി നമുക്ക് കാത്തിരിക്കാം. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കൂ. ഫേസ്ബുക്ക് പേജിലൂടെയാണ് ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യൂ. അടുത്തൊരു അപ്ഡേറ്റുമായി നമുക്ക് വീണ്ടും കാണാം.